നയം മാറ്റങ്ങൾക്ക് പച്ചക്കൊടി വീശിയാണ് CPM സംസ്ഥാന സമ്മേളനത്തിൽ ചെങ്കൊടി താണത്. പാർട്ടി നയങ്ങൾക്ക് അകത്തു നിന്നുകൊണ്ടുള്ളതാണ് നവകേരളത്തിനായുള്ള പുതുരേഖയെന്ന് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് മറുപടി നൽകി. കേരളത്തിൽ വരാൻ പോകുന്നത് വലിയ വ്യവസായ മുന്നേറ്റമാണെന്ന് സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചു. 17 പുതുമുഖങ്ങൾ ഉൾപ്പെട്ട 89 അംഗ കമ്മിറ്റിയാണ് സമ്മേളനം തെരഞ്ഞെടുത്തത്. ഇത് നേതൃത്വത്തിന് കൂടുതൽ ചെറുപ്പം നൽകുകയും ചെയ്യും. ഇപ്പോൾ ആശ്രാമം മൈതാനത്ത് CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയമാണെന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ CPMന്റെ പുതിയ സംസ്ഥാന സമിതി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ VK സനോജ്, കോൺഗ്രസ് നേതാവ് ശ്രീ റിജിൽ മാക്കുറ്റി, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ മോഹൻ വർഗീസ്, മാധ്യമപ്രവർത്തകൻ ശ്രീ KJ ജേക്കബ് എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, കൊല്ലം CPM സമ്മേളനത്തെ ചരിത്രം എങ്ങനെ അടയാളപ്പെടുത്തും? 30 കൊല്ലം മുമ്പ് കൊല്ലത്തൊരു സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ അത് CPMലെ തീവ്ര വിഭാഗീയതയുടെ വഴിത്തിരിവായിരുന്നുവെങ്കിൽ ഈ 30 കൊല്ലത്തിന് ശേഷം ഇപ്പോൾ കൊല്ലത്ത് ചെങ്കൊടി താഴുമ്പോൾ CPMന്റെ പോളിസി ഷിഫ്റ്റിന്റെ സുപ്രധാന നയം മാറ്റത്തിന്റെ വഴിത്തിരിവായി അത് അടയാളപ്പെടുത്തപ്പെടുമോ? തീർച്ചയായും അഭിലാഷ്, ഇവിടെ നയം മാറ്റം വ്യക്തമായി മുൻപൊക്കെ വ്യംഗ്യമായ രീതിയിലാണ് നയം മാറ്റ സൂചനകൾ നൽകുന്നതെങ്കിൽ ഇപ്രാവശ്യം 30 വർഷത്തിന് ശേഷം ഇപ്പോൾ കൊല്ലത്ത് വീണ്ടും സംസ്ഥാന സമ്മേളനം എത്തുമ്പോൾ യാതൊരു മറയുമില്ലാതെ തന്നെ നയം മാറ്റത്തെക്കുറിച്ചുള്ള സൂചന നൽകുകയാണ്. അതിന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പറയുകയാണ്, പുതുപന്ഥാവുകൾ, പുതിയ വഴികൾ തേടുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, പുതിയ നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള പുതിയ വഴികൾ എന്ന് പറയുമ്പോൾ സ്വകാര്യ മൂലധനത്തെ, അത് വൈദേശികമാകട്ടെ സ്വദേശമാകട്ടെ, സ്വകാര്യ മൂലധനത്തെ പരമാവധി കേരളത്തിൻ്റെ വികസനത്തിനായി പ്രയോജനപ്പെടുത്താനുള്ള ഒരു തീരുമാനം, അത് എത്രത്തോളം സൈദ്ധാന്തികമായി കമ്മ്യൂണിസ്റ്റ് രീതികൾക്ക് യോജിക്കേണ്ടതാണ് എന്നത് മറ്റൊരു കാര്യം. കാരണം മാർക്സിയൻ ഒരു കാഴ്ചപ്പാടിൽ സ്വകാര്യ മൂലധനം ഒന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതിയിൽ അല്ലെങ്കിൽ ഒരു ഭരണകൂട വ്യവസ്ഥിതിയിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിൽ CPMന്റെ ഒരു വിശദീകരണം ഡോക്ടർ മോഹൻ വർഗീസ്, ഈ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പ് ഞാൻ CPM സംസ്ഥാന സെക്രട്ടറിയോട് അഭിമുഖ സംഭാഷണം നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെന്ന തെറ്റിദ്ധാരണയൊന്നും നിങ്ങൾക്ക് വേണ്ട എന്ന് മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷ നയങ്ങളെ അതേപടി നടപ്പാക്കാൻ പറ്റുന്ന സർക്കാരാണെന്ന തെറ്റിദ്ധാരണയും വേണ്ട. ഭരണത്തിലിരിക്കുമ്പോൾ അങ്ങനെ ഒരു പരിമിതി ഉണ്ട് എന്ന് ഞങ്ങൾ EMSന്റെ കാലത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു കമ്മ്യൂണിസം നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഞങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ നടപ്പാക്കുന്നത് കമ്മ്യൂണിസമാണെന്ന കാഴ്ചപ്പാട് 1957 ഇല്ല, ഇന്നുമില്ല. തീർച്ചയായും ശ്രീ എം വി ഗോവിന്ദൻ തങ്ങളുമായി നടത്തിയ സംഭാഷണത്തിൽ വ്യക്തമായി അത് സൂചിപ്പിക്കുന്നതുമുണ്ട്. ആ ലൈൻ തന്നെയാണ് അദ്ദേഹം കുറെ കാലമായിട്ട് എടുക്കുന്നത്. പാർട്ടിയും സർക്കാരും ഒന്നാണ് എന്ന ഒരു ധാരണ ഉണ്ടാകേണ്ട കാര്യമില്ല. സർക്കാരിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള വഴികൾ തേടാൻ സാധിക്കും. പക്ഷേ പാർട്ടിയുടെ നയങ്ങൾ പാർട്ടി സമ്മേളനത്തിൽ തീർച്ചയായും പറയും. പാർട്ടിയുടെ നയങ്ങൾ ഉൾപ്പെടെ സർക്കാർ എന്തിനെയാണോ പ്രതിനിധാനം ചെയ്യുന്നത് ആ രീതിയിലേക്ക് പാർട്ടിയുടെ നയങ്ങൾ കൂടി മാറുന്നു എന്നതാണ് ഇവിടെ പ്രധാനം. ഇവിടെ നയരേഖ മുഖ്യമന്ത്രി കൊണ്ടുവന്ന നവകേരള പുതിയ പന്ഥാവ് എന്ന നയരേഖയും പാർട്ടി സെക്രട്ടറി തന്നെ കൊണ്ടുവന്ന പ്രവർത്തന റിപ്പോർട്ടിലും എല്ലാം മുടച്ചു നിൽക്കുന്നത് സ്വകാര്യ മൂലധനം എന്നൊരു കാര്യമാണ്. സ്വയം വിമർശനത്തിനുള്ള അവസരം ഉണ്ട് എന്ന് പറയുമ്പോഴും പ്രതിനിധികളുടെ വിമർശനം ആ രീതിയിൽ ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഡെമോക്രാറ്റിക് സെൻട്രലിസത്തിൻ്റെയൊക്കെ അനന്തമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തേണ്ട ഒരു പാർട്ടി ആഭ്യന്തരമായ വിമർശനങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് സൈദ്ധാന്തിക വിമർശനങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നു. നേതാക്കളുടെ ജീവിത രീതിയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും വിമർശനങ്ങൾ ഉണ്ടായി, അത് ശരിയാണ്. പക്ഷേ ഈ കാതലായ വിഷയത്തിൽ കാര്യമായ വിമർശനങ്ങൾ ഉണ്ടാകാതിരിക്കുകയും രാഷ്ട്രീയ നേതൃത്വത്തെ പൂർണ്ണമായി, അതായത് ഭരണ നേതൃത്വത്തെ പാർട്ടി നേതൃത്വമായി കണ്ടുകൊണ്ടുള്ള ഒരു നയമാണ് കാണുന്നത്. ഇവിടെ പാർട്ടി സെക്രട്ടറിയുടെ പ്രഭാവം ഏറ്റവും ഒളിമങ്ങിയ രീതിയിലും മുഖ്യമന്ത്രിയുടെ പ്രഭാവം ഒരു നേതാവെന്ന നിലയിൽ, മുഖ്യമന്ത്രി ക്യാപ്റ്റൻ എന്ന രീതിയിൽ പ്രഭാവം ഏറ്റവും ഉന്നത സ്ഥായിലും നിൽക്കുകയാണ്. ശരി, അതാണ് കാണുന്നത്. ശ്രീ KJ ജേക്കബ്, നമ്മൾ 95 മുതൽ 2015 വരെയുള്ള 2 പതിറ്റാണ്ടെടുത്താൽ വ്യക്തി കേന്ദ്രീകൃതമായ വിഭാഗീയത അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തുകയും താഴുകയും ചെയ്തതായിട്ട് കാണാം. അതിനുശേഷമുള്ള തൃശ്ശൂർ സമ്മേളനം മുതൽ ആ തരത്തിലുള്ള വിഭാഗീയതയില്ല. അത് പോകെ പോകെ ഏറ്റവും ഒടുവിൽ 2025 കൊല്ലത്ത് എത്തി നിൽക്കുമ്പോൾ സർക്കാരിനെ കഴിഞ്ഞ 10 വർഷമായി നയിക്കുന്ന സംസ്ഥാനത്തെ ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവിനെ ഒരു ചെറിയ പരാമർശം കൊണ്ടുപോലും വിമർശിക്കേണ്ട എന്നുള്ള നിലയിലേക്ക് വന്നു. അങ്ങനെ വിമർശനങ്ങളില്ലാത്തൊരു പാർട്ടിയായി മാറുകയാണോ CPM? വിമർശനങ്ങളില്ലെങ്കിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല എന്നാണ് ഗോവിന്ദ മാഷ് ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത്. പക്ഷേ നേതൃത്വത്തെ വിമർശിക്കാനോ മുഖ്യമന്ത്രിയെ വിമർശിക്കാനോ പ്രതിനിധികൾ കാര്യമായി മെനക്കെടുന്നത് നമ്മൾ കണ്ടില്ല. മുഖ്യമന്ത്രിക്കെതിരെ ഒരു വിമർശനവും ഉണ്ടായില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ വിഭാഗീയത ഇല്ലാത്ത പാർട്ടി എന്ന് പറയുന്നത് ജനാധിപത്യപരമായ ആരോഗ്യം നശിച്ച പാർട്ടി കൂടിയായി മാറിയോ? മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. നമുക്കതിൻ്റെ പാർട്ടി രേഖ ഇപ്പം പുതു കേരളത്തിലേക്കുള്ള പുതുവഴികൾ എന്നുള്ള പാർട്ടി രേഖ പുറത്തു വരുമ്പോൾ
അതിൽ ഉണ്ടായിരുന്നത് എന്നും ഇനി അതിലെന്തൊക്കെ മാറ്റങ്ങളോടുകൂടിയാണ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ആ രേഖ അംഗീകരിച്ചത് എന്നും മനസ്സിലായി കഴിയുമ്പോഴേ നമുക്ക് അതിനെക്കുറിച്ചൊരു കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ധാരണ കിട്ടും. ഇപ്പം ഒരു നയമാറ്റമുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അതിൽ സ്വകാര്യ മൂലധനം സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് 57 തുടങ്ങിയുള്ള CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നിലപാടാണ്. അതിലൊരു വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെന്ന് മാത്രമല്ല, അതല്ലാതെ മറ്റൊരു വഴിയില്ല എന്നുള്ള മട്ടിൽ ഇപ്പോൾ കേരളത്തിൻ്റെ അതിൻ്റെ തന്നെ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് പോലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ കേന്ദ്ര സർക്കാർ അതിനെ ശ്വാസം മുട്ടിക്കുമ്പോൾ മറ്റൊരു വഴിയില്ല സംസ്ഥാന സർക്കാരിന് എന്നുള്ളൊരു യാഥാർത്ഥ്യം മുമ്പിലുള്ള മറ്റൊരു വഴിയില്ല എന്ന് CPM നേതാക്കൾ സംഭാഷണങ്ങളിലൊക്കെ അവര് മാധ്യമങ്ങളെ കാണുമ്പോഴൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട്. നോക്കൂ, മുതലാളിത്തത്തിന് ബദലില്ല, there are no alternatives എന്ന ഒരു നിലയിൽ there is an alternative എന്നുള്ളതാണ് ഞങ്ങളുടെ നയം എന്ന് 90കളിലും അതിനുശേഷവും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ് ഇടതുപക്ഷക്കാർ. അപ്പോൾ ഇപ്പോ വേറെ വഴിയില്ല, there is no other alternative എന്ന കാര്യത്തിലേക്ക് മടങ്ങി പോവുകയോ അല്ലെങ്കിൽ അത് എഗ്രി ചെയ്യുകയോ അതിനോട് വഴങ്ങുകയോ ചെയ്യുകയാണോ ഇപ്പോൾ? there is no alternative എന്ന് മതി, നോ അതർ ഓൾട്ടർനേറ്റീവ് വേണ്ടെന്നുള്ളതാണ് ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ. അത് മാറ്റി വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം ഇതാണ് ഓൾട്ടർനേറ്റീവ് എന്നാരും പറയില്ല. നമുക്ക് ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടും ക്ഷേമ പരിപാടികൾ നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ പണം വേണം. ഈ പണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പല ഓപ്ഷൻസ് നടപ്പാക്കുമ്പം ആ ഓരോരോ ഓപ്ഷൻസ് നോക്കിക്കണ്ട് അടച്ചുകൊണ്ടിരിക്കുകയാണ് RSS BJPയും അവർ നയിക്കുന്ന കേന്ദ്ര സർക്കാരും. അപ്പോൾ അതിൻ്റെ അകത്തു നിന്ന് എത്ര മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ പോലും എനിക്ക് ചില കാര്യങ്ങൾ എനിക്കിപ്പോഴും സംശയമുണ്ട്. അതായത് സംസ്ഥാനത്തിൻ്റെ പൊതുമേഖലയെ കൊണ്ടു നടക്കാൻ പറ്റില്ലെങ്കിൽ അത് സ്വകാര്യ മേഖലയെ ഏൽപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു തീരുമാനത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൈയടിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതിൽ എനിക്ക് തോന്നുന്ന പാർട്ടിയുടെ തീരുമാനം ഔദ്യോഗികമായിട്ട് വരേണ്ടതുണ്ട്. എനിക്കത് ദഹിക്കുന്ന കാര്യമല്ല, സത്യമായിട്ടുമല്ല. അതിൻ്റെ ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം ആ പ്രശ്നത്തിൽ തീരുന്നത് വരെ, ആ സൈദ്ധാന്തിക പ്രശ്നത്തിൽ തീരുന്നത് വരെ മറ്റുള്ള പ്രശ്നങ്ങൾ, മനുഷ്യരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള പണികൾ അത് മാറ്റിവെക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇന്ത്യയിൽ മൊത്തം ഈ രാജ്യം അതിന് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നൊരവസ്ഥയിലാണ്. പകുതിയോളം നമ്മുടെ ജനസംഖ്യയുടെ പകുതിയോളം മനുഷ്യർ 30 വയസ്സ് താഴെയുള്ളവരാണ്. കേരളത്തിൽ ഇത് ചെറിയൊരു വ്യത്യാസമുണ്ടെങ്കിൽ പോലും. അപ്പോൾ നമുക്ക് ഈ മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള തൊഴിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള അടിയന്തരമായിട്ടുള്ള ആവശ്യമുണ്ട്. 57-ലെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ശ്രീ EMS നമ്പൂതിരിപ്പാട് പറഞ്ഞത്, ഞങ്ങളുടെ പാർട്ടിയുടെ പരിപാടി അല്ല നടപ്പാക്കുന്നത്, കോൺഗ്രസ് നടപ്പാക്കുമെന്ന് പറഞ്ഞതും എന്നാൽ നടപ്പാക്കാതിരുന്നതുമായ പരിപാടികളാണ് ഞങ്ങൾ നടപ്പാക്കുന്നത്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഒരു പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിന്, ഒരു പാർട്ടിക്ക് അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് മാത്രമേ അതിൻ്റെ സൈദ്ധാന്തിക ലെവലിലേക്ക് പോകാൻ വേണ്ടി പറ്റൂ. അതിൻ്റെ എല്ലാ സൈദ്ധാന്തിക പ്രശ്നങ്ങളും അവസാനിപ്പിച്ചതിന് ശേഷം, ഇന്ത്യയിൽ വിപ്ലവം വന്നതിന് ശേഷം നമുക്കിവിടെ വ്യാവസായിക മൂലധന നിക്ഷേപം മതി എന്നൊരു തീരുമാനമെടുക്കാൻ മനുഷ്യരോട് ഉത്തരവാദിത്തമുള്ളൊരു പാർട്ടിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. CPMന് എന്തായാലും അത് പറ്റില്ല. കാരണം കേരളത്തിൽ വളർന്നു വരുന്ന മനുഷ്യർക്ക്, നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഉത്തരവാദിത്തം, അവരുടെ തൊഴിൽ കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്തം, അവരുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട്. അതിന് സ്വകാര്യ മൂലധനത്തെ അതിൻ്റെ ചരടുകളില്ലാതെ ഒരു സോഷ്യൽ ഓഡിറ്റിന് വിധേയമായി, ഒരു സോഷ്യൽ കൺട്രോളിന് വിധേയമായി എത്രത്തോളം നിർവഹിക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക എന്നുള്ളത് പ്രായോഗികമായി പറ്റൂ. ആ പ്രായോഗികമല്ലാത്ത ലെനിൻ പോലും ന്യൂ ഇക്കണോമിക് പോളിസി മുമ്പോട്ട് വെക്കുമ്പോൾ അവസാനത്തെ സൈദ്ധാന്തിക പ്രശ്നവും പരിഹരിച്ചിട്ടല്ല അദ്ദേഹം അത് മുമ്പോട്ട് വെക്കുന്നത്. മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള പരമപ്രധാനമായ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഓരോ ചരിത്രത്തിൻ്റെ ഓരോ മുഹൂർത്തത്തിലും ഉണ്ടാകുന്ന വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആ പാർട്ടിക്കുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ മാറാം എന്നുള്ളതിനെക്കുറിച്ച് ആ പാർട്ടി ആലോചിക്കുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എല്ലാം വിറ്റഴിക്കുന്നു, എല്ലാ ഇന്ന് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുവരുന്ന എല്ലാ മൂല്യങ്ങളും ഇതോടുകൂടി ഇല്ലാതായി എന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇന്നത്തെ പത്രവാർത്തകൾ കണ്ടതാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ രേഖയോട് വളരെ രൂക്ഷമായ വിമർശനം, അതിൽ ചില ഭേദഗതികൾ പാർട്ടി സമ്മേളനം മുമ്പോട്ട് വെച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് കിട്ടിയെങ്കിൽ മാത്രമേ, ആ രേഖകൾ കിട്ടിയെങ്കിൽ മാത്രമേ ഇതിൽ എത്രത്തോളം വ്യത്യാസം
CPM പ്ലാൻ ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതല്ലാതെ നമുക്ക് അതിൽ ഊഹങ്ങളുടെ പുറത്ത് നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഒരു യാഥാർത്ഥ്യം മുമ്പിൽ നിൽക്കുന്നുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഴിലുണ്ടാക്കാനുള്ള പിന്നെ വഴി കണ്ടുപിടിച്ചേ പറ്റൂ. ആ ഒരു പരിതസ്ഥിതിയിലാണ് ഇങ്ങനെ ഒരു പോളിസി മാറ്റത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പോളിസി പരിഷ്കരണത്തെക്കുറിച്ചോ ആലോചിച്ചത് എന്ന് സ്വാഭാവികമായും CPM വിശദീകരിക്കും. ഇവിടെ ഡോക്ടർ മോഹൻ വർഗീസ്, നമ്മൾ സംഘടനയെക്കുറിച്ച് കൂടി സംസാരിച്ചാൽ ഈ നയത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിക്കായിരുന്നു. അതുകൊണ്ടാണ് 17 പുതിയ അംഗങ്ങൾ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നു. പുതിയ സെക്രട്ടേറിയറ്റിൽ പുതുതായി 3 പേര് വരുന്നു. ഒരു 17 അംഗ സെക്രട്ടേറിയറ്റിൽ ഒരു വനിതയാണെന്നുള്ള പരിമിതിയുണ്ട്. അതേസമയം സംസ്ഥാന സമിതിയിൽ കൂടുതൽ യുവ നേതാക്കൾ വരുന്നുണ്ട്. DYFIയുടെ പ്രസിഡന്റ്, അതുപോലെ തന്നെ സെക്രട്ടറി, അതുപോലെ യങ്ങായിട്ടുള്ള ജില്ലാ സെക്രട്ടറിമാരൊക്കെ ഇടം പിടിക്കുമ്പോൾ കുറെ കൂടി യങ്ങായിട്ടുള്ള ഒരു ജനറേഷൻ ചേഞ്ച് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ പോലും കുറച്ചുകൂടി യങ്ങായിട്ടുള്ള ഒരു നേതൃനിര വന്നോ, എന്ത് തോന്നുന്നു? അങ്ങനെ തന്നെയാണ് കരുതുന്നത്. കാരണം ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കിയും ഒരുപക്ഷെ ഒഴിവാക്കേണ്ടാത്തവരെ ഒഴിവാക്കാതെയും ഒരുപക്ഷെ EP ജയരാജനെ പോലെയുള്ള ആളുകളെ സെക്രട്ടേറിയറ്റിൽ നിലനിർത്തിക്കൊണ്ട്, എന്നാൽ പ്രായപരിധിയുടെ ആനുകൂല്യം ചില ആളുകൾക്ക് പിന്നെ നൽകാതെയും ഒക്കെ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു പുനഃസംഘടനയും. സംസ്ഥാന സമിതിയിൽ 89 അംഗങ്ങളാണ്. ആ സംസ്ഥാന സമിതിയിലേക്ക് ഒരുപക്ഷെ ജില്ലാപരമായ പ്രാതിനിധ്യം, അപ്പോഴും ഒരുപക്ഷെ മലബാർ മേഖലയ്ക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടായതായി ഒരു ആരോപണം ഉണ്ടായേക്കാം. പക്ഷേ പരമാവധി പ്രാതിനിധ്യങ്ങൾ നൽകിക്കൊണ്ട് തന്നെയാണ് പ്രത്യേക ക്ഷണിതാവായി വീണ ജോർജിനെ ഉൾപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് വിവിധ സാമുദായിക സമവാക്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതികളിൽ സാമുദായിക സമവാക്യങ്ങളൊന്നും ബാധകമല്ല എന്ന് പറയുമ്പോഴും, എല്ലാ തരത്തിലുള്ള ജെൻഡർ, അതുപോലെ സമുദായങ്ങൾ, മറ്റ് വിഭാഗങ്ങൾ, എല്ലാ വിഭാഗങ്ങളെയും തന്നെ ഒരു പരിധിവരെ ഉൾക്കൊള്ളുന്ന രീതിയിൽ തന്നെയാണ് സംസ്ഥാന സമിതിയുടെ പുനഃക്രമീകരണം ഉണ്ടായിട്ടുള്ളത്. 17 പുതുമുഖങ്ങൾ, ഏറെക്കുറെ പ്രതീക്ഷിച്ചിരുന്ന പേരുകളാണ് വന്നിട്ടുള്ളത് എന്ന് കാണാം. വെട്ടിനിരത്തൽ, കാര്യമായ വെട്ടിനിരത്തുകളൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമാണ് അതിനകത്ത് പ്രാഥമികമായി സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ നോക്കൂ, ഒരു തലമുറ മാറ്റം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതുണ്ടാകേണ്ടത് 2-3 ഘട്ടങ്ങളിലാണ്. കഴിഞ്ഞ സംസ്ഥാന സമ്മേളന സമയത്ത് തന്നെ ഏതാണ്ട് തലമുറ മാറ്റത്തിൻ്റെ സൂചനകൾ നൽകി. ടോപ്പ് ലീഡർഷിപ്പിൽ തലമുറ മാറ്റം ഉണ്ടാകുന്നില്ല, എന്നാൽ 2ാം നിര 3ാം നിര നേതൃത്വം കാര്യമായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു എന്ന സൂചന കൂടിയാണ് നൽകുന്നത്. അതുകൊണ്ട് ഈ ഓൾഡ് ഗാർഡിനെ, അത് മാത്രമല്ല ഈ ആലപ്പുഴ ജില്ലയിലെ ഒരു ഓൾഡ് ഗാർഡ് ലീഡർഷിപ്പ്, G സുധാകരനും തോമസ് ഐസക്കും ഒക്കെയുള്ള വലിയ യുഗപ്രഭാവന്മാരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഒരു പിന്നോട്ടുള്ള ഒരു പോക്കും, അതിനെ തിരുത്താൻ തക്ക, അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ തക്ക കരുത്തുള്ള ഒരു യുവ നേതൃത്വമാണോ വന്നത്? അത് പലപ്പോഴും ഒരു ചോദ്യചിഹ്നമായി മാറും. കാരണം എപ്പോഴും തലമുറ മാറ്റം ആവശ്യമായ കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതികളിൽ അങ്ങനെ വരികയും ചെയ്യും. അങ്ങനെയുള്ള മാറ്റം തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. VK സനോജ്, പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട CPM-ന്റെ സംസ്ഥാന സമിതി അംഗം, അവിടെ നിന്ന് ആശ്രമ മൈതാനത്ത് നിന്ന് തന്നെ നമ്മോടൊപ്പം ചേരുന്നു. ഒപ്പം ശ്രീ റിജിൽ മാക്കുറ്റിയും ചേരുന്നു. ശ്രീ സനോജ്, എന്താണ് കൊല്ലം സമ്മേളനം CPM-ന്റെ ചരിത്രത്തിൽ ബാക്കിയാക്കുന്നത്? ഇതൊരു ടേണിംഗ് പോയിന്റ് ആണോ? താങ്കൾ സംസ്ഥാന സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കൊല്ലം സമ്മേളനം ചരിത്രത്തിൽ, CPM-ന്റെ ചരിത്രത്തിൽ എങ്ങനെ അടയാളപ്പെടുത്തപ്പെടും ഭാവിയിൽ? സനോജ്, കേൾക്കാമോ? സാങ്കേതിക തകരാറുണ്ട് എന്ന് തോന്നുന്നു. അദ്ദേഹത്തിലേക്ക് മടങ്ങിയെത്താം. ശ്രീ റിജിൽ മാക്കുറ്റി, പിണറായി 3.0 ലോഡിംഗ് എന്നാണ് CPM വിശ്വസിക്കുന്നത്. ഈ അധ്യക്ഷ പ്രസംഗത്തിൽ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതും 3ാം പിണറായി സർക്കാരിനുള്ള അരങ്ങൊരുക്കത്തെക്കുറിച്ചാണ്. അങ്ങനെ അടുത്ത തവണയും അധികാരത്തിലെത്തും എന്ന് കരുതാൻ തക്കവണ്ണമുള്ള കോൺഫിഡൻസ് ഈ സമ്മേളനം CPM-ന് നൽകിയിട്ടുണ്ടോ? എന്താണ് കോൺഗ്രസിന് തോന്നുന്നത്? ശ്രീ അഭിലാഷ്, ഒരു പാർട്ടിയുടെ സമ്മേളനം കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ഭരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ സമ്മേളനത്തിനകത്ത് ആ പാർട്ടിയുടെ സെക്രട്ടറിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ, ഞങ്ങൾ ഭരിക്കില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭരണം കിട്ടില്ല എന്ന് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമെന്ന് ഏതെങ്കിലും പാർട്ടി സെക്രട്ടറിക്കോ പാർട്ടിയുടെ മുഖ്യമന്ത്രിക്കോ പറയാൻ സാധിക്കില്ലല്ലോ. സ്വാഭാവികമായും ആ തരത്തിലുള്ള ആത്മവിശ്വാസം മാത്രമാണ് പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഈ ഗവൺമെൻറ്റിനെ എങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് വന്നാൽ ആ ഗവൺമെൻറ്റിൻ്റെ ഭരണം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിലാണ് പാർട്ടിയുടെ സമ്മേളനം നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തീക്ഷ്ണമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ നിന്ന് മുഖം തിരിയുന്നതിന് വേണ്ടി പുതിയ ഗിമ്മിക്കുകളുമായി ഇറങ്ങിയിരിക്കുകയാണ്. രേഖ, ഒരു പുതിയ നവകേരള രേഖ എന്നൊക്കെ പറഞ്ഞ ഒരു അവസരവാദ രേഖയുമായി അവർ വരികയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥത്തിൽ പോലും ചർച്ച ചെയ്യപ്പെടാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവർ ചർച്ച ചെയ്യപ്പെട്ടതെന്ന് നമ്മുടെ മുമ്പിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതായാലും
ഇത്തരത്തിൽ ഒരു അവസരവാദ നിലപാട് എടുത്ത് കേരളത്തിൻ്റെ വികസന രംഗത്തെ 25 വർഷക്കാലം പിറകോട്ട് നയിച്ചൊരു പാർട്ടി അത് CPM ആണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ട്യൂബ് ലൈറ്റ് പോലെയാണ്, ഞങ്ങൾക്ക് പല ചർച്ചയിലൊക്കെ പറയുന്നത് പോലെ ട്യൂബ് ലൈറ്റ് പോലെയാണ്. പെട്ടെന്നൊന്നും ഇവർക്ക് കത്തില്ല, കുറച്ച് സമയം കഴിഞ്ഞാൽ മാത്രമേ കത്തൂ. അതാണ് പല വിഷയത്തിനകത്തും ഇവരെടുത്ത നിലപാടുകൾ അത് തിരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നു. കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഛർദ്ദിച്ചത് വാരി തിന്നാൻ ഒരു മടിയില്ലാത്ത ഒരു പാർട്ടിയാണ് CPM എന്നുള്ളതാണ്. അതിനകത്ത് ഒരു മടിയും കാണിക്കാതെ അത് വാരി തിന്നും. കാരണം പുതിയ നയങ്ങൾ പ്രഖ്യാപിക്കാൻ പോകും. എന്താ നയങ്ങൾ? ഇവരുടെ നയമെന്താ? കേരളത്തിൻ്റെ അകത്ത് ഇതുപോലെ വികസന കാഴ്ചപ്പാടോടുകൂടി കേരളത്തിലെ UDF ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള ഗവൺമെൻറ് കൊണ്ടുവന്ന നയങ്ങളെല്ലാം തകർത്ത് അവസാനിപ്പിച്ചതിൻ്റെ ദുരന്തം ഇന്ന് പേറുകയാണ്. ആ ദുരന്തത്തിൽ നിന്നാണ് ഇപ്പോൾ ഒരു നയം മാറ്റണമെന്ന് അവർ ആഗ്രഹിക്കുന്നത്. അന്ന് ഇവർ ആ നിലപാടെടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് കേരളം എത്രയോ മുന്നോട്ട് പോകുമായിരുന്നു എന്നുള്ള സംബന്ധിച്ച് ഒരു തർക്കവും ഇല്ലാത്തൊരു കാര്യമല്ലേ. ശ്രീ അഭിലാഷ് തന്നെ ഒരു ചർച്ചയിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം നിങ്ങൾ തന്നെ യാത്ര ചെയ്യുമ്പോൾ കോഴിക്കോടേക്ക് യാത്രയിൽ മണിക്കൂറുകളോളം നിങ്ങൾ അവിടെ കുടുങ്ങിപ്പോയതിൻ്റെ അവസ്ഥ. അന്ന് എക്സ്പ്രസ് ഹൈവേ ഷേഖ് ആൻ്റണിയുടെ ഗവൺമെൻറ് അന്ന് ശ്രീ MK മുനീർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായപ്പോൾ കൊണ്ടുവന്ന ഒരു പദ്ധതിയായിരുന്നു, ആലോചിച്ച പദ്ധതിയായിരുന്നു. അതിനെതിരായി നടത്തിയ സമരങ്ങൾ എന്തെല്ലാം സമരങ്ങളായിരുന്നു, എന്തെല്ലാം തരത്തിൽ കിംവദന്തികളായിരുന്നു. പശുവിന് പുല്ല് തിന്നാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഈ നാട്ടിൻ്റെ മുമ്പിൽ നടത്തിയിട്ടുള്ള ഭീകരമായ പ്രചാരവേല സമരങ്ങളും നടത്തിക്കൊണ്ടല്ലേ ആ എക്സ്പ്രസ് ഹൈവേ അന്ന് തകർത്തത്. യഥാർത്ഥത്തിൽ അന്ന് ആ എക്സ്പ്രസ് ഹൈവേ വന്നെങ്കിൽ കേരളം എക്കാലം അത്രയും എത്ര മുമ്പോട്ട് പോയിട്ടുണ്ടായിരുന്നു ശ്രീ അഭിലാഷേ. ഇപ്പോൾ പ്രത്യേകിച്ച് ജനസാന്ദ്രത കൂടിയ ഒരു കാലഘട്ടത്തിൽ വീണ്ടും അത്തരത്തിൽ ഒരു നിലപാടെടുത്ത് ഇപ്പോൾ പുതിയ ദേശീയപാത വികസനവുമായി മുമ്പോട്ട് വരുമ്പോൾ അന്ന് ഇവർ പിടിച്ച ചെങ്കൊടിയാണ്. ആ ചെങ്കൊടിയാണ് കേരളത്തിൻ്റെ ദേശീയപാത വികസനത്തെ കേരളത്തിൻ്റെ ഈ രൂപത്തിലേക്ക് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതിന് വേണ്ടി എത്തിച്ചത് എന്നുള്ളതിൻ്റെ ഉത്തരവാദി CPM അല്ലേ. അപ്പോൾ അതിനകത്തൊക്കെ ഇവർ മാപ്പ് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലൊക്കെ അധികം കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് ഇവരെടുത്ത നിലപാട്, ഇപ്പോൾ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ സനോജിരിക്കുകയാണ്. ഇവരുടെ പിൻഗാമികൾ നടത്തിയിട്ടുള്ള സമരങ്ങൾ എത്ര സമരങ്ങളായിരുന്നു കേരളത്തിനകത്ത് വിദ്യാഭ്യാസ രംഗത്ത്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാലോ ഇവരുടെ നയം മാറ്റം. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞു കേരളം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇനിയും പിറകോട്ട് പോകാൻ സാധിക്കില്ല, മുന്നോട്ട് പോകണം, നമുക്ക് സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ അത് വിദേശ യൂണിവേഴ്സിറ്റികൾ വരണമെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് ആലോചിക്കാൻ 2016 യോഗം നടന്നപ്പോൾ അന്ന് ആ യോഗത്തിൽ പങ്കെടുത്ത TP ശ്രീനിവാസന്റെ കരണത്ത് അടിച്ച് ആ ചെവിക്കല്ല് പൊട്ടിച്ചവരല്ലേ ഇവർ SFIക്കാർ. അതോടൊപ്പം തന്നെ വിദേശ യൂണിവേഴ്സിറ്റിക്കകത്തു നിന്ന് അവിടുന്ന് വന്ന പ്രതിനിധികളെ അടിച്ച് ആക്രമിച്ചവരല്ലേ ഇവർ. എന്തെല്ലാം വിഷയങ്ങൾ, ADB ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആ ADBയുടെ ഭാഗമായി അത്തരത്തിലൊരു ഇതുമായി കേരളത്തിലെ വികസനത്തിന് ആവശ്യമായ തീരുമാനം എടുത്ത് മുന്നോട്ട് പോയി ആ ADB ഉദ്യോഗസ്ഥന്മാരെ കരിയോലൊടിച്ച് അവർക്കെതിരായി പ്രതിഷേധം നടത്തിയ ആളുകളല്ലേ. എന്നിട്ട് ഇവരുടെ നിലപാട് എന്തായിരുന്നു നമുക്കറിയാലോ. അപ്പോൾ എന്തെല്ലാം നിലപാടെടുത്തോ അതിനൊക്കെ വിരുദ്ധമായി ഇപ്പോൾ ഭരണം കിട്ടിയപ്പോൾ ഒന്നും ഈ 8-9 വർഷക്കാലം കേരളത്തിനകത്ത് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു സർക്കാരും ഒരു പാർട്ടിയും ഇപ്പോൾ കേരളത്തിന്റെ മുമ്പിൽ ഒരു ഗിമ്മിക്കുമായി ഇറങ്ങി വന്നു എന്നല്ലാതെ ഒരു നയവ്യതിയാനം ഈ പാർട്ടിക്ക് വന്നിട്ടില്ല. തീർച്ചയായും ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, ഇവർ പ്രതിപക്ഷത്തായാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു സംശയമില്ല. ഇത് ട്യൂബ് ലൈറ്റ് പോലെ പയ്യെ കത്തി തുടങ്ങിയതാണോ നിങ്ങൾക്ക്? ഈ സമ്മേളനത്തിൽ നവകേരളത്തിലുള്ള പുതുവഴികൾ എന്നൊരു രേഖ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ പുതുവഴികൾ എന്നത് കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന, കേരളത്തെ സാമ്പത്തികമായും എല്ലാ അർത്ഥത്തിലും ജനിച്ചില്ലാതാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് സമീപനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇനി കേരളത്തിന് മുന്നോട്ട് പോകാൻ എങ്ങനെയെല്ലാം വിശ്വാസമാർഗങ്ങൾ നടത്തണം, എങ്ങനെയെല്ലാം ധനസമാഹരണം നടത്തണം എന്നതെല്ലാം സംബന്ധിക്കുന്ന വളരെ വിശദമായൊരു രേഖയാണ്. കോൺഗ്രസിന് എന്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്? മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായി, കേന്ദ്ര ഗവൺമെന്റ് ഇവർക്ക് 5 പൈസ കൊടുക്കില്ല. ഇവിടെ കുറച്ച് MPമാർ അവിടെ പോയി ആളുകളെ കണ്ടുകൊടുത്ത് പറഞ്ഞു. പക്ഷേ ആത്മാർത്ഥമായ സമീപനം ആ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ? എല്ലാ ഘട്ടത്തിലും സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ജനങ്ങളുടെ വികാരത്തെ എങ്ങനെയെല്ലാം തിരിച്ചുവിടാൻ വേണ്ടി കഴിയും, ആ ആലോചന മാത്രമേ ഇവരുടെ മുമ്പിലുള്ളൂ. യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം മുന്നിൽ കണ്ട്, അവരുടെ കഷ്ടപ്പാടുകൾ മുന്നിൽ കണ്ട് ഒരു നയസമീപനവും സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. എന്നാൽ CPMന്റെ 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള സമ്മേളനത്തിൽ ഞങ്ങൾ സംഘടനാപരവും രാഷ്ട്രീയവുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ചർച്ച ചെയ്തത്, കേരളത്തെ എങ്ങനെ 25 വർഷം മുന്നിൽ കണ്ട് നയിക്കാൻ വേണ്ടി കഴിയും എന്ന കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഒരു വികസന രേഖ അവതരിപ്പിക്കുകയാണ്. ആ വികസന രേഖയ്ക്കുള്ള അംഗീകാരമായിട്ട് അത് ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പറയാൻ വേണ്ടി പോവുകയാണ്. അതിനുള്ള അംഗീകാരമായിട്ട് അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് മൂന്നാമതും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സനോജ് അവിടെ പൊതുസമ്മേളനത്തിന്റെ നടുക്കായതുകൊണ്ട് ശബ്ദത്തിൽ ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ വരാം, നമുക്ക് തത്സമയ കണക്ടിവിറ്റിയും അപ്പോൾ ശരിയാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. വരാം സനോജിലേക്ക്. ശ്രീ KJ ജേക്കബ്, ഇത്
അടുത്ത സർക്കാരിന്റെ ഒരു ലോഡിംഗ് ആയിട്ട് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഇത് മുന്നിൽ വെച്ച് ഇതിന് മാൻഡേറ്റ് വേണം എന്നൊക്കെ ആവശ്യപ്പെടും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ? അതൊരു കടന്ന കൈയായി പോവില്ലേ? എപ്പോഴോ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ വാചാലമാവുന്ന തരത്തിൽ അതോറിറ്റേറിയൻ ഭരണാധികാരികൾ പെരുമാറാറുണ്ട്. ഇപ്പൊ നോക്കൂ, നരേന്ദ്രമോദി 2047 ഇന്ത്യ ഡെവലപ്ഡ് ആവുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. വികസിത ഭാരതം 2047 സാധ്യമാകും, അമൃതകാലത്തേക്കുള്ള പ്രവേശനം. അതിപ്പോ അടുത്ത കൊല്ലമോ അതിനടുത്ത കൊല്ലമോ എന്നുള്ളതല്ല, 2047 എന്നുള്ള ഒരു വലിയ കാലയളവാണ്, അല്ലെങ്കിൽ ഇനി ഒരു 25 വർഷം എന്നൊക്കെയുള്ളതാണ് ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത്. ആ മട്ടിൽ ഞങ്ങൾ കേരളത്തെ വികസിപ്പിക്കാൻ പോവാണ്, പിണറായി 3ാം സർക്കാർ വരും, LDFന്റെ 4ാം സർക്കാർ വരും, ആ തരത്തിലൊക്കെ ഉള്ള ഒരു സമീപനമാണോ എന്ന് തോന്നുന്നു? അഭിലാഷിന് നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിൽ ഒരു പാരലൽ വരയ്ക്കാനുള്ള അത്യധികമായ ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിലുള്ള പ്രശ്നമെന്നുള്ളത് അങ്ങേയറ്റം ശത്രുതാ മനോഭാവത്തോടുകൂടി പെരുമാറുന്ന ഒരു കേന്ദ്ര സർക്കാർ. ഇപ്പം മുഖ്യമന്ത്രി ഇപ്പോൾ അവിടെ പറഞ്ഞതിനേക്കാളും ഭീകരമായി കേരളത്തിൻ്റെ വളരെ ന്യായമായ ആവശ്യങ്ങൾക്കൊപ്പം പോലും കൂടെ നിൽക്കാത്ത വലിയൊരു മാധ്യമ പട സർക്കാർ CPM-നെതിരെ എന്നുള്ളതല്ല ഞാൻ പലപ്പോഴും കാണുന്നത്. സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങൾക്ക് മേൽ അടയിരിക്കാൻ ഗവർണർക്ക് അവകാശമുണ്ട് എന്നുള്ള മട്ടിൽ ഗവർണറുടെ അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമായ നടപടികൾക്ക് പോലും നിരന്തരം പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമപ്പട. ഇവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു ഇലക്ഷനിലേക്ക് പോകുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എന്തൊക്കെ ചെയ്തു, ഞങ്ങളിനി എന്തൊക്കെ ചെയ്യും എന്ന് പറയാതിരിക്കാൻ വേറൊരു വഴിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സൈദ്ധാന്തിക ചർച്ചയ്ക്ക് ഇടപെടാൻ പറ്റുന്ന തരത്തിലല്ല കേരളത്തിലെ പ്രതിപക്ഷം പലപ്പോഴും പെരുമാറുന്നത്. വളരെ നിർണായകമായ വിഷയങ്ങളിൽ പോലും സംസ്ഥാനത്ത് ഞാൻ പറയുന്നത് CPM-നെ എതിർക്കുക എന്നുള്ളത് വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ജനാധിപത്യത്തിൻ്റെ കാര്യത്തിൽ പോലും സംസ്ഥാന സർവകലാശാലകൾ മുഴുവൻ കേന്ദ്രം കൈയടക്കുമ്പോൾ പോലും അതിന് പോലും ഗവർണർക്കൊപ്പം കൂടെ നിൽക്കുന്ന മാധ്യമങ്ങളും പ്രതിപക്ഷവും ഉള്ളപ്പോൾ ഒരു ഭരണകക്ഷിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഞങ്ങൾ ഇന്ന കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് മനുഷ്യരോട് പറയുക എന്നുള്ളതേ പറ്റൂ. അതല്ലാതെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞാൽ പോരല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ, ഇനി അടുത്ത 5 വർഷത്തിൽ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് മനുഷ്യരെ ബോധ്യപ്പെടുത്താതെ മറ്റൊരു വഴിയില്ലവർക്ക്. നേരത്തെ പറഞ്ഞതുപോലെയാണ്, ഒരു കാരണവശാലും ഒരു സാധാരണഗതിയിലുള്ള ഒരു ജനാധിപത്യ സമൂഹത്തിലുള്ള നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന 10-20 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു അന്തരീക്ഷമല്ല കേരളത്തിൽ. എന്തുമാത്രം നുണകളാണ് യാതൊരു തരത്തിലുള്ള തത്വദീക്ഷതയുമില്ലാതെ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ സർക്കാരിനെതിരെയും LDF-നെതിരെയും CPM-നെതിരെയും പറഞ്ഞു നടക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ ഈ നുണകളുടെയൊക്കെ പിറകെ പോവുക എന്നുള്ളത് ഒരു ഓപ്ഷൻ. അടുത്ത ഓപ്ഷൻ എന്നുള്ളത് ഇതിനെയൊക്കെ അവഗണിച്ചിട്ട് ഞങ്ങൾ എന്താണ് ചെയ്യാൻ വേണ്ടി പോവുക എന്ന് പറയുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു CPM ചെയ്യുന്നത് ഏറ്റവും ബുദ്ധിപരമായ കാര്യമാണ്. ഈ നുണകളെ എൻഗേജ് ചെയ്യുക എന്നുള്ളതല്ല CPM ചെയ്യേണ്ടത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്താണ് അതിൻ്റെ പേരിൽ ചർച്ച വരട്ടെ. ഇപ്പോൾ ശ്രീ റിജുൽ മാക്കുറ്റി പറയും നിങ്ങൾ നേരത്തെ എടുത്ത നിലപാടുകൾ വ്യത്യാസം വന്നിട്ടില്ലേ, ചർച്ച അങ്ങോട്ട് വരട്ടെ, അതാണ് ശരിയായ ലെജിറ്റിമേറ്റ്. അങ്ങനെ വന്നു കഴിയുമ്പം CPM-ൻ്റെ നയങ്ങൾ കഴിഞ്ഞ 20 വർഷമായിട്ടോ 25 വർഷമായിട്ടോ CPM നടത്തിയ മുമ്പോട്ട് വെച്ച നയങ്ങളിൽ വ്യത്യാസമുണ്ടോ, അതിനെക്കുറിച്ച് അതാണ് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ ചർച്ച. അതല്ല എങ്കിൽ അത്തരം ഒരു അജണ്ട മുമ്പോട്ട് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ ചർച്ച കൊണ്ടുപോകാനുള്ള CPM രാഷ്ട്രീയപരമായ ഒരു നിലപാടാണ്, ഒരു നീക്കമാണ്. അത് വളരെ ലെജിറ്റിമേറ്റ് ആണ് എന്ന് ഞാൻ കരുതുന്നു. അതല്ലാതെ ഈ 100 കാര്യങ്ങൾ ഏത് സർക്കാരിനും പിഴവുകളുണ്ടാകും. ആ പിഴവുകളുടെ പിറകിൽ പിഴവുകളാണ് ഓഡിറ്റ് ചെയ്യുന്നതെങ്കിൽ അതുപോലും മനസ്സിലാക്കാം. ഇല്ലാത്ത പിഴവുകൾ ഉണ്ടാക്കി അതിൻ്റെ പുറത്ത് നുണപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇന്നതൊക്കെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് പറയുമ്പോൾ ശ്രീ റിജുൽ ഇവിടെ പറഞ്ഞത് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് CPM-ൻ്റെ ഇതിനുള്ള മറുപടി CPM നേതാക്കന്മാർ പറയേണ്ടി വരും. ഇപ്പോൾ ശ്രീ സനോജ് ഉണ്ടെങ്കിൽ റിജുലിൻ്റെ ഓരോ ആരോപണത്തിനും മറുപടി അദ്ദേഹം പറയും. അത് ന്യായമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ചർച്ചയായിട്ട് മാറും. മനുഷ്യർ തീരുമാനിക്കട്ടെ, ഈ CPM-ന് ഇനി ഒരു ടേമും കൂടി കൊടുക്കേണ്ടതുണ്ടോ, ഇവരുടെ നയങ്ങളിൽ നാടിന് ഗുണകരമായ എന്തെങ്കിലും ഉണ്ടോ, ഇവർ പണ്ട് നടത്തിയ നയങ്ങൾ നാടിനെ പുറകോട്ട് കൊണ്ടുപോയിട്ടുണ്ടോ. ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള രാഷ്ട്രീയ ചർച്ചയാണ്. ജനങ്ങൾ തീരുമാനിക്കട്ടെ, അത് കണ്ടാൽ മനസ്സിലാകുന്ന ജനങ്ങളാണ് ആത്യന്തികമായി ജനാധിപത്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്, തർക്കമില്ല ആ കാര്യത്തിൽ. ഡോക്ടർ മോഹൻ വർഗീസ്, MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് ഇതൊരു 3ാം പിണറായി സർക്കാരിലേക്കുള്ള യാത്രയാണെന്നാണ്. അതിനിവിടെ റിജിൽ പറഞ്ഞു ഏത് പാർട്ടിയും ഞങ്ങൾ അധികാരത്തിൽ വരും, അടുത്ത സർക്കാർ രൂപീകരിക്കും എന്നേ പറയൂ എന്ന്. അത് ശരിയാണ്. അതിനപ്പുറത്തുള്ള ഒരു ആത്മവിശ്വാസ പ്രകടനം
ഇക്കാര്യത്തിലുണ്ടോ? അതായത് ഒരു സർക്കാരിന്റെ അവസാന വർഷമാണ് ഇതുപോലെ കേരളത്തിന് വേണ്ടി ഒരു വികസന രേഖ, നവകേരളം പുതുവഴികൾ എന്ന വികസന രേഖ അവതരിപ്പിക്കുന്നത്. അതുപോലെ അവസാന വർഷമാണ് ഈ ക്ലെയിം നടത്തുന്നത്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഏറ്റുവാങ്ങിയ മുന്നണിയാണ് താനും. വളരെ സിൻസിയർ ആയിട്ടുള്ള കോൺഫിഡൻസ് ഈ കാര്യത്തിൽ ഇടത് മുന്നണിക്ക് ഉണ്ടെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? എങ്ങനെയാണ് താങ്കൾ അതിനെ അളക്കുന്നത്? ഞാനിതിനെ അളക്കുന്നത് ഒരു സ്വല്പം വ്യത്യസ്തമായ രീതിയിലാണ്. ഒരു വികസന ഡിബേറ്റിലേക്ക് കേരളം വരികയാണ്. അത് BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും വികസന ഡിബേറ്റിലേക്ക് വരുന്നത് തീർച്ചയായും ശുഭോദർക്കമായ കാര്യമാണ്, സ്വാഗതാർഹമായ കാര്യമാണ്. ഇപ്പം കേരളത്തിൻ്റെ വികസനത്തിന്, സമഗ്രമായ വികസനത്തിന് നാളിതുവരെ പരിശീലിച്ച ശീലിച്ച രീതികളിൽ നിന്നും മാറ്റം ആവശ്യമെങ്കിൽ ആ മാറ്റത്തിന് തയ്യാറാണ് ഞങ്ങൾ എന്നൊരു പാർട്ടി പറയുമ്പോൾ അതിൻ്റെ ആർജവത്തോടു കൂടി തന്നെ എടുക്കേണ്ടതുണ്ട്. പക്ഷേ അവിടെയാണ് ആ ഒരു വഴി അങ്ങനെ പറയുകയും, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ സംഭാഷണത്തിൽ മുഴുവൻ നിറഞ്ഞു നിന്നത് ആഭ്യന്തര വിഭവ സമാഹരണത്തിനുള്ള അനന്തമായ സാധ്യതകളെ പുതുവഴികളായി കണ്ടുകൊണ്ട് ആ പുതുപന്ഥാവുകൾ തേടും എന്ന രീതിയിൽ. അവിടെയും അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു നയവ്യതിയാനം വേണ്ടി വന്നു എന്നതിന് മുഖ്യമന്ത്രിയുടെ ഒരു വിശകലനം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാലാകാലങ്ങളിൽ സംസ്ഥാനത്ത് ലഭിച്ചുകൊണ്ടിരുന്ന ന്യായമായ കാര്യങ്ങൾ, പദ്ധതി വിഹിതമായിക്കൊള്ളട്ടെ, അല്ല എങ്കിൽ കടമെടുപ്പ് പരിധിയായിക്കൊള്ളട്ടെ, മറ്റു കാര്യങ്ങൾ, ഇതൊന്നും തന്നെ ഇപ്പോൾ ന്യായമായി ലഭിക്കുന്നില്ല. അതിന് അദ്ദേഹം കണ്ടെത്തുന്നത് രാഷ്ട്രീയമായ കാരണങ്ങളാണ്. അതുകൊണ്ട് ഈ വേറിട്ട വഴികളിലേക്ക് എത്തിച്ചേരാൻ നിർബന്ധിതരായതെങ്ങനെ എന്ന രീതിയിലുള്ള ഒരു ന്യായീകരണവും അതേപോലെ തന്നെ മാധ്യമങ്ങൾ നൽകുന്ന ഒരു ചിത്രമുണ്ട്. അപ്പോൾ സംസ്ഥാനത്ത് ആകമാന കുഴപ്പമാണ്, അല്ലെങ്കിൽ LDF സർക്കാരിൻ്റെ നയങ്ങളെക്കുറിച്ച് തലനാഴകീറി പരിശോധിക്കുന്ന മാധ്യമങ്ങൾ, അഴിമതി ആരോപണങ്ങൾ, ഇതെല്ലാം തന്നെ മാധ്യമങ്ങളുടെ തലയിൽ കൂടി വെച്ച് കിട്ടുന്ന മുഖ്യമന്ത്രിയുടെ ഒരു സംസാരം അവിടെ കാണുകയുണ്ടായി. അപ്പം പൊതുവെ 3 കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ സംസാരത്തിൽ ഞാൻ കണ്ടത്. ഒന്ന്, ആ നയവ്യതിയാനം പാർട്ടി അംഗീകരിച്ചു. നയവ്യതിയാനം കൊണ്ടുവന്നത് മുഖ്യമന്ത്രി ആയിരിക്കാം, ഗവൺമെൻറ് ആയിരിക്കാം, ക്യാബിനറ്റ് ആയിരിക്കാം, പക്ഷേ അതിന് പാർട്ടിയുടെ എൻഡോഴ്സ്മെൻ്റ് ഉണ്ട്. പാർട്ടി ജനറൽ സെക്രട്ടറി പറയുന്നു ഇത് പാർട്ടിയുടെ നയമല്ല, ഗവൺമെൻറ് നയമാണ്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ നയം ഇവിടെ പാർട്ടി വേദികളിൽ സംസാരിക്കുന്നു. അത് പാർട്ടിയുടെ രീതികളുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചില രീതികളുണ്ട്. ഉൾപാർട്ടി ജനാധിപത്യം എന്ന രീതിയിൽ അത് കൂലങ്കഷമായി ചർച്ച ചെയ്യുന്നു. അത് അംഗീകരിക്കപ്പെടുമ്പോൾ അവിടെ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ പാർട്ടിക്കും കൂടെ ബാധകമാകുന്നു. പാർട്ടിയുടെ തീരുമാനം ഗവൺമെൻറ്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ശ്രീ അഭിലാഷ്, ഇവിടെ ഗവൺമെന്റിനെയും പാർട്ടിയെയും സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റ് രീതി അനുസരിച്ച് വേറിട്ട് കാണാനാവുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് വേറിട്ട് കാണണം എന്ന സൂചന മുഖ്യമന്ത്രിയുടെ വാക്കുകളിലും പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ വാക്കുകളിലുമുണ്ട്. ഇപ്പോൾ ചൈനയിലൊക്കെ കാണുന്ന പോലെ പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെയാണ് എക്സിക്യൂട്ടീവ് പ്രസിഡന്റായ വരുന്നത്, അദ്ദേഹം തന്നെയാണ് സെൻട്രൽ മിലിറ്ററി കമ്മീഷന്റെ ചെയർമാൻ. അപ്പോൾ ആ രീതിയിലുള്ള കമ്മ്യൂണിസ്റ്റ് രീതികളല്ല, മറിച്ച് പാർട്ടിക്ക് സൈദ്ധാന്തികമായ ചില നിലപാടുകൾ ഉണ്ടാകാം, പക്ഷെ പ്രായോഗികമായി ഇന്ന കാര്യങ്ങൾ നടക്കൂ, സ്വകാര്യ മൂലധനം ഇവിടെ ആവശ്യമാണ് എന്ന അടിവരയിട്ട് പറയുന്ന പാർട്ടിയെയും സർക്കാരിനെയും ഒരുമിച്ച് ഈ വേദിയിൽ നമ്മൾ കാണാൻ കഴിയുന്നു എന്നത് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത. ശരി, എന്തായാലും ഇപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയുടെ പ്രസംഗം നമ്മൾ കേട്ടത്രയും ഭാഗം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം കേന്ദ്ര സർക്കാരിനെയും പിന്നെ മാധ്യമങ്ങളെയുമാണ് പറയുന്നത്. കേരളത്തിലെ പ്രതിപക്ഷത്തെക്കുറിച്ച് അദ്ദേഹം ഒരുപക്ഷെ അതിന് ശേഷമുള്ള ഭാഗത്ത് പറഞ്ഞാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും കേന്ദ്രം കഴിഞ്ഞാൽ മാധ്യമങ്ങൾ. പക്ഷേ മാധ്യമങ്ങളുടെ ജോലി എന്താണ്? അധികാരത്തോട് നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. സർക്കാരിന്റെ പബ്ലിസിറ്റി വിങ് ഉണ്ടല്ലോ, അതിന് ധാരാളം പണവും മുടക്കുന്നുണ്ട്. അതെന്തായാലും മാധ്യമങ്ങൾ ചെയ്യേണ്ട കാര്യമല്ല. പിന്നെ CPM-നും രാജ്യത്തെ എല്ലാ പാർട്ടികൾക്കും അവരുടെ പ്രൊപ്പഗൻഡ മെഷീൻ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ മാധ്യമങ്ങളാണ് സർക്കാരിന്റെ ആകെ ശത്രു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ശത്രുതാപരമായി കാണേണ്ട കാര്യവുമില്ല. ഷിവിക സനോജ് തുടരുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഷിറിജിലേക്ക് പോവാം. ഇപ്പോൾ അദ്ദേഹം തത്സമയം ലഭ്യമാണ്. സനോജ്, ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ നയം മാറ്റമില്ലായ്മ എന്ന കാര്യത്തിൽ മാത്രം കേന്ദ്രീകരിക്കേണ്ട കാര്യമില്ല. ഇന്നാണ് ഇപ്പോൾ CPM-ന്റെ പുതിയ സമിതി വന്നത്. 17 പേർ പുതുതായി വരുന്നു. സെക്രട്ടേറിയറ്റിൽ 17 പേരുള്ള അതിലൊരു വനിത മാത്രമാണെന്നുള്ളതൊരു പരിമിതിയാണെന്ന് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു. ഈ നേരത്തെ വന്ന വാർത്തകൾ CPM-നൊരു യുവത്വമുള്ള സംസ്ഥാന സമിതി ഉണ്ടാകും, വലിയ മാറ്റങ്ങൾ ഉണ്ടാവും, ഒരു റീസ്ട്രക്ചറിങ് നടക്കും എന്നൊക്കെ ആയിരുന്നു. പക്ഷേ അത്ര വലിയ മാറ്റമൊക്കെ കണ്ടു. സ്വാഭാവികമായും വർഗ ബഹുജന സംഘടനകൾക്ക് കിട്ടുന്ന പ്രാതിനിധ്യത്തിനപ്പുറത്ത് DYFI നേതാക്കൾ ഒരുപാട് പേർ കമ്മിറ്റിയിൽ വരിക, അങ്ങനെയുള്ള അനുഭവമൊന്നുമില്ലല്ലോ. പരമ്പരാഗതമായി എല്ലാ കാലത്തും എങ്ങനെയാണോ കമ്മിറ്റി, അതുപോലത്തെ തന്നെ ഒരു കമ്മിറ്റിയല്ലേ ഇത്? അഭിലാഷ്, നിങ്ങൾ പറയുന്ന മുഴുവൻ ഞാൻ കേട്ടിട്ടില്ല. നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കേട്ടത്. അതിൽ നിങ്ങൾ നേരത്തെ ചോദിച്ചത് CPM-ന്റെ കൊല്ലം സംസ്ഥാന സമ്മേളനം അത് ചരിത്രത്തിൽ എങ്ങനെ അടയാളപ്പെടുത്തും എന്നാണ്
തുടക്കത്തിൽ നിങ്ങൾ ചോദിച്ചത് അതെ. കൊല്ലം സംസ്ഥാന സമ്മേളനം നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രാധാന്യമുള്ള, ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഒരു സമ്മേളനമായി അവസാനിക്കുകയാണ്. ഇപ്പോൾ ഈ ആശ്രാമം മൈതാനത്ത് 10,000-കണക്കിന് ആളുകൾ അണിനിരന്നുകൊണ്ട് വളണ്ടിയർ മാർച്ചും പ്രകടനവും പൊതുയോഗമൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നേരത്തെ റിജിൽ മാക്കുറ്റി കോൺഗ്രസ് നേതാവ് ചില കാര്യങ്ങൾ വിമർശനപരമായി സൂചിപ്പിക്കുകയുണ്ടായി. കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ ഞങ്ങളെന്തോ ശ്രദ്ധ കൊടുക്കുന്നില്ല, ഞങ്ങൾ വേണ്ടത്ര ആ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ പറഞ്ഞത് ഈ പാർട്ടിയുടെ 24-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായുള്ള കേരള സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രതിനിധികൾ ഇവിടെ നേതൃത്വം അവതരിപ്പിച്ച റിപ്പോർട്ട്, അത് ഞങ്ങളുടെ പ്രവർത്തന റിപ്പോർട്ടും സംഘടനാ റിപ്പോർട്ടും കൂടാതെ നവകേരളത്തിനുള്ള പുതുവഴികൾ എന്നൊരു രേഖ കൂടി അവതരിപ്പിക്കുകയുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം സമഗ്രമായി നോക്കിക്കാണുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ആ രേഖ. അതൊന്നും ഞങ്ങൾ രഹസ്യമാക്കി വെക്കുന്ന ഒരു കാര്യമല്ല. പാർട്ടി സമ്മേളനത്തിൽ അവതരിപ്പിച്ച് അംഗീകാരം വാങ്ങിയിട്ടുള്ള രേഖ വൈകാതെ നിങ്ങൾക്കെല്ലാം കിട്ടുന്നതാണ്. അതിനകത്ത് നയപരമായ ഒരു ഒളിച്ചുകടത്തലും ഒരു മാറ്റത്തിൻ്റെയും പ്രശ്നമില്ല. അതായത് സംസ്ഥാനത്തിന് അർഹമായിട്ടുള്ള നികുതി വിഹിതം സംസ്ഥാനത്തെ എല്ലാ നിലയിലും ബുദ്ധിമുട്ടിക്കുന്ന കേന്ദ്രത്തിൻ്റെ സമീപനത്തെ എങ്ങനെ അതിജീവിക്കാം എന്നത് സംബന്ധിക്കുന്ന വളരെ കൃത്യമായ ചില നിർദ്ദേശങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം അതിന് ഒരു കൺക്ലൂഷനിലെത്തുന്നു. അതാണ് രേഖയായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. ഇതൊന്നും ജനങ്ങൾക്കുള്ളിൽ ഞങ്ങൾ മറച്ചു വെക്കുന്ന ഒരു കാര്യമില്ല. റിജിൽ മാക്കുറ്റി പറയുന്നു ഞങ്ങൾ നേരത്തെ റോഡിന് എതിർന്നു എന്നാണ്. ആരാണ് കീഴാറ്റൂരിൽ സമരത്തിന് നേതൃത്വം കൊടുത്തത്? യഥാർത്ഥത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത ഇന്ന് ഏതാണ്ട് പൂർത്തിയാവേണ്ടതാണ്. കോൺഗ്രസും BJPയും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാവരും കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള സമരത്തിന്റെ ഭാഗമായിട്ടല്ലേ ആ റോഡ് വികസനം ഇത്ര നീണ്ടുപോയത്? UDF ഭരിക്കുന്ന ഘട്ടത്തിൽ ദേശീയപാതക്ക് ആവശ്യമായിട്ടുള്ള ഭൂമി ഏറ്റെടുത്ത് കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെ 5500 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് ചെലവഴിച്ച് ദേശീയപാത അതോറിറ്റി ഓഫീസ് പൂട്ടിപ്പോയ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിച്ച് അതിനാവശ്യമായിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു. നിഷേധിക്കാൻ പറ്റുമോ റിജിൽ മാക്കുറ്റിക്ക്? ആരാണ് ഈ സിൽവർ ലൈനിന്റെ മഞ്ഞക്കല്ലുകൾ പൊരിച്ചത്? ചരിത്രത്തിൽ ആദ്യം മാപ്പ് പറയേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് റിജിൽ മാക്കുറ്റിയാണ് ജനങ്ങളോട് മാപ്പ് പറയേണ്ടത്. സിൽവർ ലൈൻ പാത അതിനെതിരായി നിങ്ങൾ നടത്തിയിട്ടുള്ള സമരം, ഇങ്ങനെ കേരളത്തിന്റെ സമഗ്രമായ വികസനത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അധികാരം നഷ്ടപ്പെട്ട കോൺഗ്രസ് BJPയുമായിട്ടും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും സകല പിന്തിരിപ്പന്മാരുമായി ചേർന്നിട്ട് കേരളത്തിന്റെ വികസനം തടസ്സപ്പെടുത്തുകയാണ്. ആ തടസ്സപ്പെടുത്തുന്ന കോൺഗ്രസിനെയും ആ തടസ്സപ്പെടുത്താൻ വേണ്ടി എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്ന BJPയും തുറന്നു കാണിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചത്. ജനങ്ങളെയാണ് അതിന് പിന്നിൽ അണിനിരത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പാർട്ടി സ്വീകരിക്കുന്ന സമീപനം ശരിയാണ് എന്ന് തെളിയിക്കുന്ന ജനസഞ്ചയമാണ് ഇവിടെ എല്ലാം ഒഴുകിയെത്തുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിലൊന്നും ഒരു ഭയവുമില്ല. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇന്ന കാര്യങ്ങൾ നടപ്പാക്കും എന്ന കൃത്യമായ പദ്ധതി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. കോൺഗ്രസിന് കേരളത്തിന്റെ വികസനം സംബന്ധിച്ച് അങ്ങനെ ഒരു നയമുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ? നിങ്ങളുടെ മുമ്പിൽ എന്താണുള്ളത്? അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ സമഗ്രമായിട്ട് CPIM കാണുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ടാണ് ഈ രേഖ ഉൾപ്പെടെ വായിക്കാൻ. അല്ലാതെ ഇതിനെ നയവ്യതിയാനം എന്നെല്ലാം പറഞ്ഞ് ഇടുങ്ങിയ രാഷ്ട്രീയ താല്പര്യം വെച്ച് വിമർശിക്കുന്നത് അങ്ങേയറ്റം ശരിയായ നിലപാടല്ല. അത് അത്തരം ആളുകൾ തിരുത്തേണ്ടതാണ് എന്നാണ് സംബന്ധിച്ച്. ആവട്ടെ, നമുക്ക് അടുത്ത റൗണ്ടിൽ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. റിജിൽ മാക്കുറ്റി, തുടർ ഭരണം, കേരളത്തിന്റെ വികസനം തുടങ്ങിയ നറേറ്റീവുകൾ ഉണ്ടാക്കാനും അത് പുഷ് ചെയ്യാനും CPMന് ഫലപ്രദമായി കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് നിങ്ങളെ സംബന്ധിച്ച് ഗുണകരമായിരിക്കില്ലല്ലോ. തുടർ ഭരണം എന്നൊരു സംസാരമുണ്ടാക്കാൻ വീണ്ടും അവർക്കൊരു അവസരം വന്നിരിക്കുകയാണ്. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തേത് നോക്കൂ, പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വിമർശിക്കുന്നത് ആദ്യം കേന്ദ്ര സർക്കാരിനെയും പിന്നെ മാധ്യമങ്ങളെയുമാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തെ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല എന്നുണ്ടോ? ശ്രീ അഭിലാഷേ, ഞങ്ങൾക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ തുടർ ഭരണം എന്നൊക്കെ പറഞ്ഞ് ഇവർ വല്ലാത്ത സ്വപ്നങ്ങൾ കാണുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ കോവിഡിന് ശേഷം അതിൻ്റെ സാഹചര്യം മുതലെടുത്ത് ഒരു PR വർക്കിൻ്റെ ഭാഗമായി ഇവർ അധികാരത്തിലേക്ക് വന്നു. ഒരിക്കൽ ചക്ക വീണ് മുയൽ ചത്തു എന്നതിൻ്റെ പേരിൽ എല്ലാ കാലവും ചക്ക വീണ മുയൽ ചാവില്ല എന്നുള്ളതാണ് ഇവരോട് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ആ സ്വപ്നങ്ങൾ മാറ്റിവെച്ചാൽ മതി. കേരള ജനങ്ങൾക്കറിയാം. പിന്നെ വികസനത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുകയാണ് ഞങ്ങളാണോ കേരളത്തിൻ്റെ വികസന രംഗത്ത് പിറകോട്ട് നയിച്ചത്?
ഈ കേരളത്തിൻ്റെ എല്ലാ വികസനത്തിനും ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1-2 കാര്യം മാത്രമേ ഉള്ളൂ. എത്ര കാര്യങ്ങൾ. ഞാൻ ഒറ്റൊരു കാര്യം ചോദിക്കാനായിരിക്കും. 2011 മുതൽ 2016 വരെ അവസാനിച്ച ഉമ്മൻചാണ്ടി സാർ ഗവൺമെൻറ്, ആ ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതികൾ 90% പൂർത്തിയാക്കിയതിനു ശേഷം അത് 2019 ഉദ്ഘാടനം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് മാത്രമാണ് ഇവരെത്തിയത്. എന്തുകൊണ്ടാണ് വൈകിപ്പിച്ചത്? കൊച്ചി മെട്രോ, ആ മെട്രോയിൻ്റെ ആ ഭാഗമായി ഞങ്ങളന്ന് പൂർത്തിയാക്കിയതിൻ്റെ ഭാഗമായി പിന്നെ അതിൻ്റെ പണി പൂർത്തിയാക്കാൻ, അല്ലെങ്കിൽ നമുക്കറിയാം സൈബർ സിറ്റികളെ കാക്കനാടേക്ക് ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? വിഴിഞ്ഞം പദ്ധതി ഇവർ എന്തെല്ലാം തരത്തിലുള്ള അഴിമതി ആരോപണം ഉന്നയിച്ചതായിട്ട് എത്ര കോടിയുടെ ആരോപണമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ചത്. എന്നിട്ട് എന്താ സ്ഥിതി? എന്നിട്ട് എപ്പോഴാണ് അതിൻ്റെ പണി പൂർത്തിയാക്കാനുള്ള തീരുമാനത്തിൽ എത്തിയത്? ഇവർ ഗവൺമെൻറ് അല്ലേ? ഈ കേരളത്തെ ചെറുപ്പക്കാർക്ക് ഇന്ന് ഏകദേശം 33 ലക്ഷത്തോളം ചെറുപ്പക്കാർക്ക് തൊഴിലില്ല. ഒരു തീപ്പെട്ടി കമ്പനി പോലും ഈ പിണറായി വിജയൻ്റെ ഈ കാലത്ത് തുടങ്ങാൻ സാധിച്ചിട്ടുണ്ടോ? പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 26ഓളം പൊതുമേഖലാ സ്ഥാപനം നഷ്ടത്തിലാണ്. ഇപ്പോൾ അത് 33ലേക്ക് എത്തിയിരിക്കുന്നു. ഏത് പൊതുമേഖലാ സ്ഥാപനത്തെയാണ് ഇവർ മെച്ചപ്പെടുത്തിയിട്ടുള്ളത്? എന്താണ് ഇവിടെ നയം എന്ന് അറിയണ്ടേ? കേരളത്തിൽ ഞാൻ ചോദിക്കുന്നു, UDF സമരം ചെയ്തു എന്ന് പറയുന്നു. ഈ രാജ്യത്ത് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് കൊണ്ടുവന്ന് പാവപ്പെട്ടവരെ തെരുവിലേക്ക് ആക്കപ്പെടുന്ന വികസനത്തിന്റെ പേരിൽ മാറ്റുന്നവരെ ചേർത്ത് പിടിക്കാൻ ആക്ട് കൊണ്ടുവന്നത് ഞങ്ങളാണ്. ഞങ്ങളുടെ ഗവൺമെൻറ് 2016 അവസാനിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഈ ഗവൺമെൻറ് തുടർ ഭരണത്തിൻ്റെ ഭാഗമായി ഇത് നടപ്പാക്കിയത്. അല്ലാതെ ഞങ്ങൾ ആ വിഷയത്തിനൊക്കെ കൃത്യമായ നിലപാടെടുത്തു. 2011, 2001, 2005 കാലഘട്ടത്തിലെ AK ആന്റണി ഗവൺമെൻറ്, ആ ഗവൺമെൻറ് എടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ എക്സ്പ്രസ് ഹൈവേ. അതിനെതിരെ നിങ്ങൾ സമരം നടത്തി. കീഴാറ്റൂരിൽ അവിടുത്തെ ജനങ്ങൾ പൊതുവായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഈ ദേശീയപാതക്കെതിരായി സമരം നടത്തിയിട്ടുണ്ടോ? പിന്നെ കേരളയിലെ വിഷയത്തിൽ ശ്രീ സനോജ് പറഞ്ഞു, കേരളയിൽ എന്ന് ഞങ്ങൾ മാത്രം പറഞ്ഞില്ല, കേരളത്തിന്റെ പാരിസ്ഥിതികമായൊരു വിഷയമാണ്. കേരളം സമീപകാലത്ത് കേരളത്തിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രളയവും അതുമായി ബന്ധപ്പെട്ട് പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭൂമികുലുക്കവും ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെല്ലാം വന്ന് എത്ര ആളുകൾ മരിക്കുന്നു. കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായി കേരളം വളരെ ലോലമായി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള പദ്ധതികൾ ഉണ്ടാക്കിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിലപാടെടുത്തത്. അല്ലാതെ വികസന വിരോധത്തിന്റെ ഭാഗമല്ല. ഞങ്ങൾ മാത്രമല്ലോ, കേരളത്തിനകത്തെ മാധ്യമങ്ങൾ, അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകൾ, ടെക്നോക്രാറ്റുകൾ ഉൾപ്പെടെ ഈ വിഷയത്തിനെതിരായിരുന്നല്ലോ. ഞങ്ങൾ മാത്രമായിരുന്നില്ലല്ലോ എതിരായത്. അപ്പോൾ അത്തരം വിഷയങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഞങ്ങൾ എവിടെ സമരത്തിന് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത്തരം വിഷയങ്ങളൊക്കെ തന്നെ വികസനോത്മുഖമായ നിലപാട് സ്വീകരിച്ചവരാണ് ഞങ്ങൾ. എന്തിനേറെ പറയും അഭിലാഷേ, ഞങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമല്ലേ നെടുമ്പാശ്ശേരി എയർപോർട്ട്. ഇന്ന് കാണുന്നില്ലേ ആ നെടുമ്പാശ്ശേരി എയർപോർട്ട് വരുമ്പോൾ അന്നത്തെ CPM-ന്റെ നേതാവ്, അന്നത്തെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ശർമ്മ പറഞ്ഞത് എൻ്റെ നെഞ്ചത്ത് കൂടിയെന്നാണ്. ആ നെഞ്ചത്ത് കൂടിയപ്പോൾ ഡൽഹിയിലേക്കും അതോടൊപ്പം തന്നെ മയോ ക്ലിനിക്കിലും ഒക്കെ തന്നെ പിന്നെ ചികിത്സക്ക് പോകുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ. ആരാണ് വികസനം കൊണ്ടുവന്നത്, ആരാണ് വികസനത്തിനെതിരെ നിന്നത് എന്ന ചർച്ച വരുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ ഉണ്ടായി. പൊതുസമ്മേളനം എന്തായാലും പുരോഗമിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, പിന്നീട് പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പിന്നീട് KK ശൈലജ എന്ന ക്രമത്തിലാണ് പ്രസംഗം നടന്നിരിക്കുന്നത്. സർപ്രൈസിംഗ് ആയി തോന്നി. ശ്രീ VK സനോജ്, നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഇപ്പോൾ CPM സംഘടനാ ആരോഗ്യത്തോടെ ഒരു സമ്മേളനം നടത്തുമ്പോൾ മുഖ്യമന്ത്രിയിലേക്ക് ഒരു വിമർശനവും നീണ്ടില്ല എന്നാണ് പുറത്തേക്ക് വന്ന എല്ലാ വാർത്തകളും. സനോജ് നിഷേധിക്കുമെന്ന് എനിക്കറിയില്ല. 10 കൊല്ലം ഭരിച്ച ഒരു മുഖ്യമന്ത്രി വിമർശനാതീതനാവില്ലല്ലോ. ലെനിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വിമർശനത്തിന് പാത്രമാകാത്തത് ഭ്രൂണാവസ്ഥയിലുള്ള കുഞ്ഞും ശ്മശാനത്തിൽ മരിച്ച നിലയിലെത്തിയ മൃതദേഹവും മാത്രമാണ്. അപ്പോൾ വിമർശനാതീതമായ ഒരു സങ്കല്പമായി CPM-ൽ പിണറായി വിജയൻ മാറിക്കഴിഞ്ഞോ? അഭിലാഷ്, അതൊക്കെ രാഷ്ട്രീയ ശത്രുക്കളുടെ പ്രചരണമാണ്. ഞങ്ങളുടെ സമ്മേളനങ്ങളിൽ വളരെ കൃത്യമായ വിമർശനവും സ്വയം വിമർശനവും നിർദ്ദേശങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഭാവി പ്രവർത്തനങ്ങൾ എല്ലാം ഞങ്ങളുടെ സമ്മേളനങ്ങൾ ഉണ്ടാവും. ഞങ്ങൾ സമ്മേളനം നടത്തുന്നത് എന്തിനാണ്? വളരെ കൃത്യമായും ഈ കാര്യങ്ങളെല്ലാം ഈ പ്രക്രിയയെ കൂടി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. കോൺഗ്രസിന് അല്ലെങ്കിൽ വലതുപക്ഷ പാർട്ടികൾക്ക് ഇങ്ങനെ സമ്മേളനം നടത്താൻ വേണ്ടി കഴിയുമോ? ഇപ്പം എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന റിജിൽ മാക്കുറ്റിയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സമ്മേളനം നടത്തിയിട്ട് എത്ര വർഷമായി? ഇപ്പം നടന്ന സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ കോടതിയിൽ കിടക്കുകയാണ്. കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കുമോ ഇതുപോലെ? അപ്പം ഞങ്ങൾ വളരെ കൃത്യമായി 3 വർഷം കൂടുമ്പം ജനാധിപത്യപരമായ ഉള്ളടക്കത്തോടു കൂടി ബ്രാഞ്ച് മുതൽ ആയിരക്കണക്കിന് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് സംസ്ഥാന സമ്മേളനം വളരെ ഐക്യത്തോടു കൂടി പൂർത്തീകരിച്ചിരിക്കുന്നു. ആ ഐക്യത്തോടു കൂടി പൂർത്തീകരിച്ചിരിക്കുക മാത്രമല്ല, ഭാവി കേരളം എങ്ങോട്ട് നീങ്ങണം എന്ന് സംബന്ധിക്കുന്ന കൃത്യമായ വികസന കാഴ്ചപ്പാടുകൂടി അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങേയറ്റം അസൂയ പൂണ്ടിട്ട്, അങ്ങേയറ്റം അസ്വസ്ഥമായിട്ടുള്ള പ്രതിപക്ഷം, അസ്വസ്ഥമായിട്ടുള്ള കോൺഗ്രസ്, രാഷ്ട്രീയ എതിരാളികൾ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഇങ്ങനെ പടച്ചുവിടുകയാണ്.
ഈ സമ്മേളനം നടക്കുമ്പോൾ മാത്രമല്ലല്ലോ, നേരത്തെയും നിരവധി സമ്മേളനങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ എന്തെല്ലാം ആരോപണങ്ങളിലൂടെ ഉണ്ടായി. ഈ പാർട്ടി രണ്ടായി പിറന്നു പോകുന്നു, ഈ പാർട്ടി വിഭാഗീയതയാണ്, ഈ പാർട്ടിയിൽ നിന്ന് ആരൊക്കെ ഇറങ്ങിപ്പോയിരിക്കുന്നു, എന്തൊക്കെ കഥകൾ കുറേ ദിവസമായി, കുറേ വർഷങ്ങളായിട്ട് പാർട്ടി സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായി. ഈ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിലും എന്തെല്ലാം വാർത്തകൾ ഉണ്ടായി. പക്ഷേ അതിനെയൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. ശരി, അത്തരം കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് CPM-ന്റെ നിലപാട്. എന്റെ സമയം അവസാനിച്ചു. ഇടയ്ക്ക് ഒരു പ്രസംഗം കൂടി കയറി വന്നതുകൊണ്ടാണ് കുറച്ച് സമയ ചുരുക്കം വന്നത്. 4 പേർക്കും വളരെ നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.